നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു 5 AM ക്ലബിലേക്ക് ഏവർക്കും സ്വാഗതം. സുപ്രഭാതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു 5 AM ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മക്കളുടെ ഓരോ ദിവസവും നമുക്ക് ഓരോ അവസരങ്ങളാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സമയമാണ് പഠിക്കാനായിട്ടുള്ള സമയം. അത് ഓരോ ദിവസത്തെയും ഒരു അവസരങ്ങളായിട്ട് വേണം നിങ്ങൾ കാണാൻ. അങ്ങനെ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഒരു അവസരം, അതായത് ജോലിയിലേക്ക് എത്താനായിട്ടുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു എന്ന് തന്നെ നിങ്ങൾ കരുതുക. ഒരു മണിക്കൂർ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താനുള്ള ആ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് വിചാരിക്കാം. ഒരു മൊമെന്റ് നിങ്ങൾ വെറുതെ അനാവശ്യമായി കളയുമ്പോൾ നിങ്ങളുടെ ജോലിയിലേക്ക് എത്താനുള്ള ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു നിമിഷം പോലും കളയാതെ നന്നായി തീക്ഷ്ണതയോടെ പഠിച്ച് നമുക്ക് ഏറ്റവും അടുത്ത് വരുന്ന പരീക്ഷ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേരള ബജറ്റാണ്. 2025-26 വർഷത്തേക്കുള്ള കേരള ഗവൺമെന്റിന്റെ ബജറ്റ്. നമ്മൾ യൂണിയൻ ബജറ്റ് ഇതിനു മുമ്പ് ഒന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ കേരള ബജറ്റ് മനസ്സിലാക്കാനായിട്ട് പോവാണ്. കേരള ബജറ്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ കേരള സംസ്ഥാനത്തിലെ വരുന്ന വർഷത്തേക്കുള്ള പ്രധാനപ്പെട്ട എസ്റ്റിമേറ്റുകൾ ചെയ്യുന്നതിനും കഴിഞ്ഞ വർഷത്തെ എങ്ങനെയായിരുന്നു വരുമാനം, അതേപോലെ തന്നെ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് വരുന്ന നാളുകളിലേക്കുള്ള കാൽക്കുലേഷൻസ്, ബഡ്ജറ്ററി കാൽക്കുലേഷൻസ്, എസ്റ്റിമേഷൻസ് കൊണ്ടുപോകുക എന്നതുമാണ് ഒരു ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുക. നമുക്കറിയാം 2025-26 എന്നാണ് ഈ ഒരു ബജറ്റിനെ വിശേഷിപ്പിക്കുക, അല്ലെ? കേരള ബജറ്റ് 25-26. എന്തുകൊണ്ടാണ് 25-26 എന്നീ 2 വർഷങ്ങൾ ഒരു ബജറ്റിനോടൊപ്പം ചേർക്കുക? അതിപ്പോൾ യൂണിയൻ ബജറ്റ് ആയാലും കേരള ബജറ്റ് ആയാലും എല്ലാ സംസ്ഥാന ബജറ്റുകളായാലും അങ്ങനെ തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. അതിന്റെ കാരണം ഫിനാൻഷ്യൽ ഇയർ ആണ്. എന്താണ്? ഫിനാൻഷ്യൽ ഇയർ ആണ്. ആ ഒരു ബേസ് നിങ്ങൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കിയേക്കാം. അതിന്റെ കാരണം ഫിനാൻഷ്യൽ ഇയർ ആണ്. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഫിനാൻഷ്യൽ ഇയർ എത്രയാണ് മക്കളെ? അത് ഏപ്രിൽ മാസം 1 തീയതി തൊട്ട് മാർച്ച് മാസം 31 ഒരു വർഷത്തെ ഏപ്രിൽ 1 ആരംഭിച്ച് തൊട്ടടുത്ത വർഷത്തെ മാർച്ച് മാസം 31 തീരുന്ന ക്രമത്തിലാണ് എന്തുള്ളത്? നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ 2025-26 എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 2025 ഏപ്രിൽ 1 ആരംഭിച്ച് 2026 മാർച്ച് 31 അവസാനിക്കുന്ന 2025 മാർച്ച് 31 അവസാനിക്കുന്ന എസ്റ്റിമേഷൻ ആണ് ഈ ഒരു ബജറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. ഓക്കെയാണ്. ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് 2025 ഫെബ്രുവരി മാസം 7 നമുക്കറിയാം യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചത് 2025 ഫെബ്രുവരി മാസം 1 യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചത് 2025 ഫെബ്രുവരി മാസം 1 നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററാണ് എന്ത് അവതരിപ്പിച്ചത്? യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചത്. അതേപോലെ തന്നെ 2025-26 വർഷത്തേക്കുള്ള കേരള ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് 2025 ഫെബ്രുവരി മാസം 7 ഈ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലാണ്. ആരാണ്? ശ്രീ KN ബാലഗോപാലാണ്. ഓക്കെ ആണല്ലോ? സെറ്റാണ്. ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടുത്തെ ബജറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് കേരളത്തിന്റെ ആദ്യത്തെ പൗര ബജറ്റാണ്. ഇതെന്ത് ബജറ്റാണ്? കേരളത്തിന്റെ ആദ്യത്തെ പൗര ബജറ്റാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ സിറ്റീസിന് പോലും, സാധാരണ ജനങ്ങൾക്ക് പോലും കൃത്യമായി ബജറ്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ പ്രപ്പോസലുകളാണ് ബജറ്റിലുള്ളത്, ഏതൊക്കെ വിധത്തിലുള്ള കാര്യങ്ങൾ ബജറ്റുമായി ബന്ധപ്പെട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാൻ കഴിയുന്ന, ഏറ്റവും ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം, അതാണ് സിറ്റിസൺസ് ബജറ്റ്. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് സിറ്റിസൺസ് ബജറ്റ് അവതരിപ്പിച്ചത് ആരായി മക്കളെ? അത് KN ബാലഗോപാലായി. 2025-26 ബജറ്റാണ് കേരളത്തിന്റെ ആദ്യത്തെ സിറ്റിസൺ ബജറ്റ്. കേരളത്തിന്റെ ആദ്യത്തെ സിറ്റിസൺ ബജറ്റ് അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് KN ബാലഗോപാൽ ആണെന്ന് കൂടി മനസ്സിലാക്കിയേക്കാം. ഇനി നോക്കിയേ, 2025-26 വർഷത്തെ കേരളത്തിന്റെ മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപാദനം, അതായത് GDP കേരളത്തിന്റെ സംസ്ഥാനത്തിന് പറഞ്ഞപ്പോൾ GSDP എന്ന് പറയുന്നു. GSDP
നിലവിലത്തെ വിലയിൽ, അതായത് കറണ്ട് പ്രൈസസിൽ നോക്കിയാൽ 24-25 പുതുക്കിയ ബജറ്റിനേക്കാൾ, നമുക്കറിയാം ഒരു ബജറ്റ് അതിൽ പല ടേമുകളുണ്ട്. BE എന്ന് പറഞ്ഞാൽ ബഡ്ജറ്ററി എസ്റ്റിമേഷൻ ആണ് അല്ലേ. ഇനി RE എന്ന് പറഞ്ഞാൽ എന്താ, റിവൈസ്ഡ് എസ്റ്റിമേഷൻ ആണ്. ഈ ബഡ്ജറ്ററി എസ്റ്റിമേഷൻ ആണ് നമ്മളിപ്പോൾ പ്രഖ്യാപിക്കുന്നത്. ഇനി മുന്നോട്ട് പോകുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ബഡ്ജറ്ററി എസ്റ്റിമേഷനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് റിവൈസ് ചെയ്ത് REയിലേക്ക് അല്ലെങ്കിൽ റിവൈസ്ഡ് എസ്റ്റിമേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഇവിടെ നോക്കിയാൽ അപ്പം അങ്ങനെ 2024-25 അവസാനം എത്തിയപ്പോഴത്തേക്കും പുതുക്കിയ എസ്റ്റിമേറ്റിനേക്കാൾ 12% എന്ത് ചെയ്യുന്നുണ്ട്, വളർച്ച ബഡ്ജറ്ററി എസ്റ്റിമേഷൻ 2025-26 പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേരള സംസ്ഥാനം 2025-26 ബജറ്റിന്റെ എസ്റ്റിമേഷൻ പ്രകാരം വളർച്ചയായിട്ട് GDP പ്രതീക്ഷിക്കുന്നത് എത്രയാണ് മക്കളെ? അത് 12% എന്ന് പറഞ്ഞാൽ മുമ്പത്തെ 2024-25 റിവൈസ്ഡ് എസ്റ്റിമേഷനേക്കാൾ 12% വളർച്ച 12% വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. ആ 12% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ പതിപ്പിക്കുക. ഇനി അടുത്ത പോയിന്റ് നോക്കിയടാ, 2025-2026 ചിലവ് അനുസരിച്ച്, അതായത് കടമെടുക്കാത്ത അല്ലെങ്കിൽ കടത്തിന്റെ തിരിച്ചടവ് ഒഴികെയുള്ള, കടത്തിന്റെ റീപേയ്മെന്റ് ഒഴികെയുള്ള മറ്റ് ചിലവുകൾ നോക്കിയാൽ 2024-25 പുതുക്കിയ എസ്റ്റിമേറ്റിനേക്കാൾ 11% വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്രയാണ്? 11% വർദ്ധിക്കും. അപ്പൊ ചെലവും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പൊ വരവ് കൂടുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ചെലവും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. 12% വരവ് പ്രതീക്ഷിക്കുന്നു, 11% ചിലവിന്റെ വർധനവും എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ പോയിന്റുകൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഫെബ്രുവരി മാസം 1-ാം തീയതി നിർമ്മലാ സീതാരാമൻ ഇന്ത്യയുടെ യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചു. 2025 ഫെബ്രുവരി മാസം 7-ാം തീയതി കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ എന്ത് ചെയ്തു, കേരളത്തിന്റെ 25-26 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ഈ ബജറ്റ് കേരളത്തിന്റെ ആദ്യത്തെ സിറ്റിസൺസ് ബജറ്റ് എന്നാണ് അറിയപ്പെടുക. അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം സാധാരണക്കാരന് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ രീതിയിൽ ബഡ്ജറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു 2025-26 എസ്റ്റിമേഷൻ പ്രകാരം കഴിഞ്ഞ 2024-25 റിവൈസ്ഡ് എസ്റ്റിമേഷനേക്കാൾ 12% വളർച്ച എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 11% ചിലവിന്റെ വർധനയും എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ, സെറ്റാണ്. ഈ ഒരു സ്ലൈഡ് കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ, എന്തുകൊണ്ടാണ് സിറ്റിസൺസ് ബഡ്ജറ്റ് എന്ന് പറയുക? അതിനെ ഒരു കൈപ്പുസ്തകമായിട്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത്. കൈപ്പുസ്തകമാണത്, ഒരു കൈപ്പുസ്തകമാണ്. സിറ്റിസൺസ് ഗൈഡ് ടു ബജറ്റ് 2025-26 എന്നാണ്. സിറ്റിസൺസ് ഗൈഡ് ടു ബജറ്റ് 2025-26 എന്നാണ്. ഇത് മലയാള ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മലയാളം എന്ന് പറയുന്ന ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങൾക്കും, സാധാരണ ജനങ്ങൾക്ക് പോലും വിദ്യാഭ്യാസ ലഭ്യത എന്ന് വെച്ചാൽ സാക്ഷരത കുറവുണ്ടെങ്കിൽ പോലും അത് മനസ്സിലാക്കിയെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലാക്കിയെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വളരെ ലളിതമായി മാതൃഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള അല്ലെ തയ്യാറാക്കിയിട്ടുള്ള ഒരു കൈപ്പുസ്തകമാണ് സിറ്റിസൺസ് ഗൈഡ് ടു ബജറ്റ് 2025-26. ഇതിനെയാണ് കേരളം ആദ്യമായിട്ട് സിറ്റിസൺസ് ബജറ്റ് ആയിട്ട് അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണ്, സെറ്റാണ്. ഇനി അടുത്ത് നോക്കിയടാ, റവന്യൂ വരവ് എന്താണ്? നമ്മുടെ ഈ ഒരു ബജറ്റ് പരിശോധിക്കുമ്പോൾ ഈ ഒരു ബജറ്റിലെ റവന്യൂ വരവ് എങ്ങനെയാണ്? എന്താണ് റവന്യൂ വരവ് എന്ന് പറഞ്ഞാൽ, ഒരു സംസ്ഥാന സർക്കാരിന്റെ തനത്, അതായത് സാധാരണഗതിയിൽ ലഭിക്കുന്ന, എല്ലായ്പ്പോഴും ലഭിക്കുന്ന തനത്, നികുതി ഇതര വരവുകളും വരുന്നുണ്ട്. ഗവൺമെന്റിന് നികുതി ഇതര വരവുകളും വരുന്നുണ്ട്. നമുക്കറിയാം ടാക്സ് പ്രപ്പോസൽസ് ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ടാക്സ് പ്രധാനമായിട്ടും എങ്ങനെയൊക്കെയാണ് വരിക? ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഈ ടാക്സ് കൂടാതെ നോൺ ടാക്സ് വരുമാനവും വരുന്നുണ്ട്. അപ്പൊ ഈ ടാക്സും നോൺ ടാക്സും കൂടി ചേർന്നത് റവന്യൂ വരവാണ്. തനത്, ടാക്സ് ആൻഡ് നോൺ ടാക്സ്. ഇനി ഇത് കൂടാതെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ചില നികുതി വിഹിതങ്ങൾ കിട്ടും. GSTയുടെ ഒക്കെ വിഹിതങ്ങൾ കിട്ടും. ദെൻ സഹായധനവുമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കിട്ടും. ഇതെല്ലാം കൂടി ചേരുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ വരവ്. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ വരവില് സംസ്ഥാനത്തെ തനത് നികുതിയിതര വരവുകൾ കാണും. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള നികുതി വിഹിതങ്ങൾ കാണും. ദെൻ സഹായധനം കാണും. ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുക, റവന്യൂ വരവ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ റവന്യൂ വരവ് എന്താണെന്ന് മനസ്സിലായല്ലോ, എങ്ങനെയാ കിട്ടുന്നത്? അപ്പൊ അതിൽ എന്തൊക്കെ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നോക്കിയടാ, ഇവിടെ ഏറ്റവും വലിയ ഭാഗം, അതായത് ഈ കിടക്കുന്നതിനകത്തില് ഇത്രയും വലിയ ബഹുഭൂരിപക്ഷം ഭാഗം എന്ന് പറഞ്ഞാൽ 60 പോയിന്റ്, എത്രയാണ്? 60
0.07%, 60.07% എന്താണ്? തനത് നികുതി വരവാണ്. എന്താണ്? തനത് നികുതി വരവാണ്. അപ്പൊ നികുതി വരവ് എത്രയാണെന്ന് ചോദിച്ചാൽ 60.07%. 60.07%. എന്നാൽ ഇവിടെ നോക്കിയടാ, ഈ കിടക്കുന്ന കണ്ടോ, ഇതാണ് കേന്ദ്ര നികുതി വിഹിതം. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നികുതി വിഹിതം അത് 18.78%. 18.78%. ഇത് കേന്ദ്ര ധനസഹായമാണ്, 8.58%. ഇത് തനത് നികുതി ഇതര വരുമാനമാണ്, അത് 12.57%. ഇതിൽ നിന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും, തനത് നികുതി വരവാണ് ഏറ്റവും കൂടുതൽ വരവായിട്ട് ഗവൺമെന്റിന് കിട്ടുന്നത്. തനത് നികുതി വരവ് അത് 60.07 എന്ന് പറഞ്ഞാൽ പകുതിയിലധികവും കേരളത്തിന് നികുതി വരവാണ് ലഭിക്കുന്നത്. ഏറ്റവും വലിയ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് നികുതി തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് കേന്ദ്രത്തിന്റെ നികുതി വിഹിതമാണ്. ഓക്കെ, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന നികുതി വിഹിതമാണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാം സ്ഥാനത്ത് നികുതിയേതര വരവാണ്. എന്തൊക്കെയാണ് നികുതിയേതര വരവിൽ പറയുക? നികുതിയേതരം എന്ന് പറഞ്ഞാൽ എന്താ? നികുതി അല്ലാത്തത്. ഉദാഹരണമായിട്ട് നമുക്ക് ഫൈൻ അടിക്കത്തില്ലടാ, പെനാൽറ്റി. നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ പോയാൽ പെനാൽറ്റി അടിക്കും, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ പെനാൽറ്റി അടിക്കും. അപ്പോൾ ഇതൊക്കെ ഗവൺമെന്റിന്റെ വരവാണ്. ദെൻ ചില കാര്യങ്ങൾക്ക് ഗവൺമെന്റ് ഫീസ് ഈടാക്കാറുണ്ട്, അത് ഗവൺമെന്റിന്റെ വരവാണ്. ഇനി ഗവൺമെന്റിന്റെ കയ്യിലുള്ള പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകളിൽ നിന്നുള്ള പ്രോഫിറ്റ് വരാറുണ്ട്. ചിലപ്പം ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള കടങ്ങളുടെ ഇൻട്രസ്റ്റ് വരാറുണ്ട്. ഇതെല്ലാം ഗവൺമെന്റിന്റെ നികുതി ഇതര വരവുകളാണ്, അല്ലേ? വരുമാനമാണ്. അപ്പൊ അതാണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത്. നാലാം സ്ഥാനത്താണ് കേന്ദ്ര ധനസഹായം വരുന്നത്, 8.58%. ക്ലിയർ ആണല്ലോ? ഈ ഒരു സെഷൻ പക്കയാണെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കിയടാ, റവന്യൂ വരവിന്റെ വളർച്ച നോക്കിയാൽ 2015-16 ബഡ്ജറ്റ് മുതൽ ഇത് 2025-26 എസ്റ്റിമേഷൻ ആണ്. അതുവരെ ഒന്ന് നോക്കിയാൽ കൃത്യമായിട്ടുള്ള ഒരു വളർച്ച നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും, അല്ലെ? ഓരോ വർഷം കഴിയും തോറും വളർന്നു വരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അതായത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2022-23 അതായത് കോവിഡിന്റെ ഒക്കെ ടൈം കഴിഞ്ഞതിന് ശേഷം ഒരു താഴ്ച കാണുന്നുണ്ട്. 23-24 ഒന്ന് താണു, ദെൻ അതിനുശേഷം വീണ്ടും വർദ്ധിച്ചു. അപ്പൊ ലാസ്റ്റ് എന്താണ്? തൊട്ടു മുമ്പത്തെ വർഷത്തേതിനേക്കാൾ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് കൂടുതലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. റവന്യൂ വരവ് 1,52,382 കോടി രൂപയോളമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ തൊട്ടു മുമ്പ് 1,32,930 ഉണ്ടായിരുന്നുള്ളൂ. വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് തന്നെയാണ് കാണാൻ പറ്റുക. അതും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 2023-24 ഈ കിടക്കുന്ന 2023-24 കുറഞ്ഞു എന്ന് പറഞ്ഞു? എന്തുകൊണ്ടാണ് എന്ന് താഴെ വ്യക്തമായിട്ട് ഈ ഒരു എസ്റ്റിമേഷനിൽ പറയുന്നുണ്ട്. എന്താണ്? കേന്ദ്ര ധനസഹായത്തിൽ വന്ന കുറവാണ് 2023-24 സാമ്പത്തിക വർഷത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് റവന്യൂ വരവ് കുറയാൻ കാരണം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വരവ് കുറഞ്ഞതാണ് ഇതിന് കാരണമെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ 2023-24 കുറയാൻ കാരണം കേന്ദ്ര ധനസഹായം കുറഞ്ഞതാണ്. ഇനി അടുത്ത് നോക്കിയേ, 2025-26 സാമ്പത്തിക വർഷം ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന സംസ്ഥാനത്തിന്റെ തനത് നികുതി എന്തൊക്കെയാണ്? നികുതിയാണ് കേട്ടോ, തനത് നികുതിയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ തനത് നികുതി കിട്ടിയത് ഏതാണെന്നറിയാമോ? വിൽപ്പന നികുതിയാണ്. ഇതങ്ങ് പഠിച്ചോടെ. നികുതി ഇനത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിൽപ്പന നികുതിയാണ്. 36.71% എന്തു വരിക? വിൽപ്പന നികുതി. രണ്ടാം സ്ഥാനത്ത് സർക്കാരിന്റെ സേവന നികുതിയാണ് കേട്ടോ, സംസ്ഥാന ചരക്ക് സേവന നികുതി. അതായത് GST SGST, സംസ്ഥാന GST 41.26%. ദെൻ അതിനുശേഷം പിന്നീട് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ കിടക്കുന്ന വാഹന നികുതിയാണ്, 8.08%. ഇതിൽ നിന്ന് വ്യക്തമാണ് ഏറ്റവും അധികം വരുമാനം ലഭിച്ചിട്ടുള്ളത് എവിടുന്നാണ്? SGSTയിൽ നിന്നാണ്. കേരളത്തിന് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്നത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ നിന്നാണ്. രണ്ടാം സ്ഥാനത്ത് വിൽപ്പന നികുതിയിൽ നിന്നാണ്. മൂന്നാം സ്ഥാനത്ത് വാഹന നികുതിയിൽ നിന്നാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? അപ്പം നികുതി വരവിൽ ഏറ്റവും കൂടുതലുള്ളത് GST, സ്റ്റേറ്റ് GST ആണ്. രണ്ടാം സ്ഥാനത്ത് വിൽപ്പന നികുതിയാണ്. മൂന്നാം സ്ഥാനത്ത് വാഹന നികുതിയാണെന്ന് മനസ്സിലായി. ശരി, മൊത്തത്തിലുള്ള പണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 91,514 കോടി രൂപയാണ് വരിക. ഇവിടെ 2025-26 സാമ്പത്തിക വർഷം ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന സംസ്ഥാനത്തിന്റെ തനത് നികുതിയേതര വരുമാനമാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പഠിച്ചത് നികുതി വരുമാനമാണ്. നികുതിയേതര വരുമാനമാണെങ്കിലോ, നികുതി അല്ല എങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത്, നികുതി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ?
അത് ലോട്ടറിയാണ്. ഏതാണ്? ലോട്ടറി. ഓക്കെ, ലോട്ടറിയാണ്. ഒരു 14,121 കോടി രൂപയുടെ വരുമാനം എവിടെ നിന്ന് പ്രതീക്ഷിക്കാം? ലോട്ടറിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ലോട്ടറിയാണ് ഒന്നാം സ്ഥാനത്ത് നികുതിയേതര വരുമാനം. രണ്ടാം സ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് മറ്റുള്ളവ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. 1945 കോടി രൂപയുടെ വരുമാനമാണ് മറ്റുള്ളവയിൽ നിന്ന് ലഭിക്കുന്നത്. ഓക്കെ ആണല്ലോ. അതിനുശേഷം നമ്മുടെ വ്യവസായങ്ങൾ, ധാതു വ്യവസായങ്ങളിൽ നിന്നൊക്കെയാണ് പിന്നീട് കിട്ടുക. അതിലൊന്നും വലിയ പ്രസക്തിയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഭാഗ്യക്കുറിയിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഈ ഒരു കാര്യവും നിങ്ങൾ വളരെ വ്യക്തമായി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതായത് ഇവിടെ നിന്നൊരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് ധനസൂചികകൾ സംസ്ഥാന മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ശതമാനത്തിൽ കൃത്യമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതായത് ഇവിടെ ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, റവന്യൂവിന്റെ ഡെഫിസിറ്റ് അല്ലെങ്കിൽ റവന്യൂ കമ്മി. 2, ധനക്കമ്മി അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. 3, പ്രാഥമിക കമ്മി അല്ലെങ്കിൽ പ്രൈമറി ഡെഫിസിറ്റ്. ഓക്കെ, റവന്യൂ ഡെഫിസിറ്റ് അതായത് റവന്യൂ ചെലവ് റവന്യൂ വരവും തമ്മിൽ നോക്കുമ്പോൾ റവന്യൂ ചെലവാണ് കൂടുതൽ, റവന്യൂ വരവ് കുറവാണെങ്കിൽ അവിടെ റവന്യൂ ഡെഫിസിറ്റ് ആയിരിക്കും അല്ലെ. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെഫിസിറ്റ് ഇവിടെ എക്സ്പെൻസ് മൈനസ് ഇൻകം, അതായത് എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവും, അവിടെയാണ് എന്ത് കിട്ടുക? ഡെഫിസിറ്റ് കിട്ടുക. സർപ്ലസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇൻകം മൈനസ് എക്സ്പെൻസ്, ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവുമായിരിക്കും. ബാലൻസ്ഡ് ആണെങ്കിൽ രണ്ടും ഇൻകവും എക്സ്പെൻസും ഒരേപോലെ തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ റവന്യൂ കമ്മി നോക്കിക്കഴിഞ്ഞാൽ 1.58 ആയിരുന്നു. 2024-25 ബജറ്റിൽ 2.12 കൂടുമെന്നാണ് പറഞ്ഞത്. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2.29 വർദ്ധിക്കുക തന്നെയാണ് ചെയ്തത്. എന്നാൽ 2025-26 1.90 കുറയുമെന്നാണ് പ്രതീക്ഷിക്കുക. അപ്പൊ റവന്യൂ കമ്മി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, 1.90. എന്നാൽ ധനക്കമ്മി നോക്കിയടാ, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇവിടെ 2.99 ആയിരുന്നു. അത് വർദ്ധിക്കും, 3.40 ആകുമെന്ന് 24-25 എസ്റ്റിമേറ്റ് ചെയ്തു. അത് 3.51 വർദ്ധിക്കുക തന്നെയാണ് റിവൈസിൽ സംഭവിച്ചത്. എന്നാൽ ബജറ്റ് എസ്റ്റിമേഷൻ 2025-26 3.16 കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇവിടെയും ഒരു കുറവാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെയും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ധനക്കമ്മി. ഇനി അടുത്ത പ്രാഥമികം അല്ലെങ്കിൽ പ്രൈമറി ഡെഫിസിറ്റ്. 0.63 ആയിരുന്നു. അത് 1.21 ആകുമെന്ന് 23-24 എസ്റ്റിമേറ്റ് ചെയ്തു. 1.18 മാത്രമേ അവിടെ വർദ്ധിച്ചുള്ളൂ. എന്നാൽ 0.93 കുറയുമെന്ന് 2025-26 എസ്റ്റിമേഷനിൽ പ്രതീക്ഷിക്കുന്നു. അപ്പം പ്രൈമറി ഡെഫിസിറ്റിലും പ്രാഥമിക ഡെഫിസിറ്റിലും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം മനസ്സിലാക്കുക, പ്രൈമറി ഡെഫിസിറ്റിലും അതേപോലെ തന്നെ ഫിസ്ക്കൽ ഡെഫിസിറ്റിലും അതേപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റിലും ഡെഫിസിറ്റും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാല്യൂസ് മനസ്സിലാക്കുക. 1.90 റവന്യൂ ഡെഫിസിറ്റ്, 3.16 ധനക്കമ്മി ഫിസ്ക്കൽ ഡെഫിസിറ്റ്, 0.93 പ്രാഥമിക ഡെഫിസിറ്റ് അല്ലെങ്കിൽ പ്രൈമറി ഡെഫിസിറ്റ്. ഇനി സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയാണ് പരിശോധിക്കുന്നതെങ്കിൽ 34.20 നിന്ന് 24-25 വന്നപ്പോൾ അത് 34.15 കുറയുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ അത് 34.22 വർദ്ധിക്കുകയാണ് ചെയ്തത്. എന്നാൽ ബജറ്റ് എസ്റ്റിമേഷൻ 2025-26 പ്രകാരം വീണ്ടും കടബാധ്യത കുറയുമെന്നാണ് പറയുക. അതായത് 33.77 കുറയും. ഓക്കെ, അപ്പൊ കടബാധ്യതയും കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 33.77 മുന്നത്തേതിലും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്ലിയർ അല്ലേടാ? അപ്പൊ ഈ ഒരു ചാർട്ട് നന്നായി മനസ്സിലാക്കുക. ഇവിടെ നിന്നൊരു ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. സെറ്റാണെന്ന് വിചാരിക്കുന്നു. പക്കയായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശരി, നമുക്കിനിയും ഇനിയും 1-2 കാര്യം കൂടി ഉള്ളത്. ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടിയത് എവിടെ നിന്നാണ്? GST, സെയിൽസ് ടാക്സ്, ലിക്കർ, ലോട്ടറി, ഇതിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം വരിക. എന്നാൽ എക്സ്പെൻഡിച്ചർ കൂടുതൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ സാലറി, പെൻഷൻ, ഇൻട്രസ്റ്റ് പേയ്മെന്റ്, ഇതിനൊക്കെയാണ് കൂടുതലായിട്ടും എക്സ്പെൻസസ് ചിലവ് ആകുക എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയേക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റാണ്, പക്കയാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2025-26 കേരള ബജറ്റ് അനുസരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്. 2025 ഫെബ്രുവരി 1 അവതരിപ്പിച്ചു. രണ്ടാമത്തെ പ്രസ്താവന ധനമന്ത്രി ശ്രീ KN ബാലഗോപാലാണ് ബജറ്റ് അവതരിപ്പിച്ചത്.
2025-26 കേരളത്തിന്റെ മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപാദനം, അതായത് GSDP, നിലവിലത്തെ വിലയിൽ 2024-25 പുതുക്കിയ എസ്റ്റിമേറ്റിനേക്കാൾ 11% വളർച്ച പ്രതീക്ഷിക്കുന്നു. ഇവയിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. ഇതിലേതൊക്കെയാണ് മക്കളെ? 2025 ഫെബ്രുവരി മാസം 1 അവതരിപ്പിച്ചു എന്നുള്ളത് ശരിയാണോ? ശരിയല്ല, തെറ്റാണ്. ഇവിടെ എത്രയാണ് വരേണ്ടത്? 7 വരേണ്ടത്. നമ്മളിപ്പോൾ എന്ത് ചെയ്താണ്? പഠിച്ചു കഴിഞ്ഞതാണ്. 7 വരേണ്ടത്. രണ്ട് നോക്കിയ ധനമന്ത്രി KN ബാലഗോപാലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റിയപ്പോൾ തന്നെ നമ്മളോട് ചോദിച്ചത് ശരിയായവ ഏതെല്ലാം എന്നാണ്. അതുകൊണ്ട് തെറ്റിയത് ഒഴിവാക്കാം. ഒന്ന് ഒഴിവാക്കിയാൽ ഈ ഓപ്ഷനും പോയി, ഈ ഓപ്ഷനും പോയി, ഈ ഓപ്ഷനും പോയി. ഉത്തരം ഏതാണ് മക്കളെ? ഓപ്ഷൻ സി, 2 മാത്രമെന്ന് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഓക്കെ ആണേ? സെറ്റാണേ? എങ്ങനെ എലിമിനേഷൻ കിട്ടിയെന്ന് കണ്ടോ? ഒരൊറ്റ സാധനം തെറ്റ് ആദ്യമേ കണ്ടു, പിന്നെ നേരെ ഓപ്ഷൻസിലോട്ട് വരിക, വെട്ടിക്കളയുക, പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടുവാടാ? ഉത്തരം കിട്ടും. വെറുതെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും ആലോചിച്ച് സമയം കളയണ്ട. ഞാൻ അടുത്തൊന്ന് നോക്കിയേ. 2025-26 കേരളത്തിന്റെ മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപാദനം നിലവിലത്തെ വിലയിൽ കറണ്ട് പ്രൈസസിൽ 2024-25 പുതുക്കിയ എസ്റ്റിമേറ്റിനേക്കാൾ 11% വളർച്ചയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ് മക്കളെ. എത്രയാണത്? 12% വളർച്ച പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ്, 2 മാത്രം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ശരി, നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 2025-26 കേരള ബജറ്റ് അനുസരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇവിടെ ശരിയല്ലാത്തവ ഏതെല്ലാം എന്നാണ് ചോദ്യം. അതായത് തെറ്റായിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തേത്, റവന്യൂ കമ്മി 1.90 പ്രതീക്ഷിക്കുന്നു. 2, ധനക്കമ്മി 2024-25 പുതുക്കിയ കണക്കനുസരിച്ച് 25-26 കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഈ 2 സ്റ്റേറ്റ്മെന്റും ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരവ് നോക്കിയേ. 1, 2 എന്നിവ ശരിയല്ല. 1 മാത്രം ശരിയല്ല. 2 മാത്രം ശരിയല്ല. 1, 2 എന്നിവ ശരിയാണ്. ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൽ ശരിയല്ലാത്തവ ഏതെല്ലാം എന്നാണ് ചോദ്യമായിട്ട് വരുന്നത്. ഏതാണ് ഇതിന്റെ ഉത്തരം വരിക? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേടാ. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഒന്നാമത്തേത് നിങ്ങൾ കമന്റ് ചെയ്തു, എല്ലാവരും കമന്റ് ചെയ്തു. ദെൻ അടുത്ത് നോക്കിയേ. റവന്യൂ കമ്മി 1.90 എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇനിയും കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കമന്റ് ചെയ്യാനുള്ളവരൊക്കെ എന്ത് ചെയ്തോ? കമന്റ് ചെയ്തോ. ശരി, നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റവന്യൂ കമ്മി 1.90 പ്രതീക്ഷിക്കുന്നു എന്നാണ്. നമുക്ക് നേരെ അവിടേക്കൊന്ന് പോയി നോക്കാം. ഇവിടെയാണ് നമ്മൾ റവന്യൂ കമ്മി പഠിച്ചത്. റവന്യൂ കമ്മി എത്രയാണ് പ്രതീക്ഷിച്ചത്? 1.90. അങ്ങനെയാവുമ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായി? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായി. റവന്യൂ കമ്മി പ്രതീക്ഷിച്ചത് 1.90. എടേ, 1 ശരിയാണ്. അപ്പൊ ശരിയല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒന്നുള്ളതെല്ലാം നമുക്ക് ഒഴിവാക്കാം. ഒന്നുള്ളതെല്ലാം ഒഴിവാക്കിയാൽ പിന്നെ എത്രയേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ കേട്ടോ. 2 മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം. ചോദ്യം ധനക്കമ്മിയാണ്. ധനക്കമ്മി തൊട്ടു മുമ്പത്തെ, അതായത് 2024-25 പുതുക്കിയ എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണോ? അല്ല, 3.51 3.16 പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്താണ്? കുറവാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇവിടെ കൂടുതലല്ല, കുറവാണ് വരേണ്ടത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് കിട്ടി. ഇവിടെയും ഒരേ കാര്യം തന്നെ നമുക്ക് മനസ്സിലായി. ഒരൊറ്റ ഓപ്ഷൻ അല്ലെ, ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നോക്കിയപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഉത്തരം എടുക്കാനായിട്ട് പറ്റി. ഈ ഒരു ട്രിക്ക് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? പ്രയോജനപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ വേഗത്തിൽ ഉത്തരം കണ്ടുപിടിച്ച് അടുത്ത ചോദ്യത്തിലോട്ട് പോകാനായിട്ട് പറ്റും. സെറ്റാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിലുള്ളത്. എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും പഠിക്കട്ടെ. എല്ലാവർക്കും എന്താണ്? നന്നായിട്ട് പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ കിട്ടട്ടെ. സൗജന്യമായിട്ടുള്ള ഈ ഒരു സെഷൻ അവർക്കെല്ലാം പ്രയോജനപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒക്കെ ഇത് എത്തിക്കുക. അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഇന്ന് പഠനം ഇതുകൊണ്ട് കഴിഞ്ഞില്ല. ഇനിയുള്ള സമയത്ത് കട്ടക്കിരുന്ന് പഠിച്ചോളുക. ഇനിയുള്ള സമയം രാത്രി വരെ നന്നായി ഞാൻ പഠിച്ചു എന്ന കൃതാർത്ഥതയോടെ ഉറങ്ങാൻ കഴിയുന്നത് വരെ അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.